മുടി കൊഴിച്ചിലായിട്ട് ക്ലിനിക്കിലോട്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ സ്കാൽപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, വട്ടത്തിൽ മുടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പേരൻസ് കൊണ്ടുവന്നത് കുഞ്ഞിനെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സാധാരണയായിട്ടുള്ളൊരു മുടി കൊഴിച്ചിലല്ല. അവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയ സ്കെയിൽസും ചെറിയ ക്രസ്റ്റും ചെറിയ റെഡ്നെസ്സും ആയിട്ട് വട്ടത്തിലൊരു പാച്ചി ഹെയർ ലോസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ എല്ലാ പേരൻസും ഒരു സാധാരണ മുടി കൊഴിച്ചിലായിട്ട് ഡാൻഡ്രഫ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ വന്നതാണെന്നൊക്കെ കരുതാം. പക്ഷേ ഇതിനെയാണ് നമ്മൾ സ്കാൽപ്പ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായത്തിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലോ ഇമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കാൽപ്പ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് കുട്ടികളായിട്ട് ഇടപഴകാറുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ ചീപ്പോ അതുപോലെ തലയിൽ വെക്കുന്ന തൊപ്പി എല്ലാം അവർ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് വളരെയധികം വാം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നു. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ആണ് സ്കാൽപ്പ് ഇൻഫെക്ഷൻ എന്ന് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പാണ് ടീനിയ ക്യാപിറ്റിസ് എന്നാണ് പറയുന്നത്. റിംഗ് വാം ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ വട്ടത്തിൽ പാച്ചി ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടാക്കാം, അവിടെ പസ് വരാം, അതുപോലെ തന്നെ ചെറിയ ക്രസ്റ്റും സ്കെയിൽസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ചൊറിച്ചിലായിരിക്കും കുഞ്ഞുങ്ങളിൽ ഇതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ മുടി പൊട്ടിപ്പോയിട്ട് അവിടെ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. അടുത്ത ടൈപ്പാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സ്കാൽപ്പിൽ വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഫോളിക്കുലൈറ്റിസ്, ഇംപെറ്റിഗോ, സെല്ലുലൈറ്റിസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് കാണുന്നത് പസ് കാണാൻ പറ്റും, നല്ലോണം പഴുപ്പ്, യെല്ലോ കളേർഡ് ക്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ചില യെല്ലോ കളറിൽ പസ്സും, നല്ല പെയിൻ ആയിരിക്കും, ചില കുഞ്ഞുങ്ങളിൽ പനി ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി മൂന്നാമതായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നു. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ താരൻ തന്നെ കുറച്ച് അഗ്രവേറ്റ് ചെയ്ത് കൂടുതലായിട്ട് കാണുന്നതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഇതിൽ ഹെയർ ലോസ് ഉണ്ടാവില്ല, അതിന് പകരമായിട്ട് ഫ്ലേക്സ് ആയിട്ട് താരൻ തന്നെ ഗ്രീസി യെല്ലോ ഫ്ലേക്സ് ആയിട്ട് സ്കെയിൽസ് ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ഇതിൽ വേദനയൊന്നും കാണില്ല, നല്ല ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസിൽ. അപ്പോൾ പേരൻസ് കുഞ്ഞുങ്ങളിൽ ഇതുപോലെ മുടി കൊഴിച്ചിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഇതൊരു പാച്ചി ഹെയർ ലോസ് ആണോ നോക്കുക, വട്ടത്തിലുള്ള ഹെയർ ലോസ് ആണോ നോക്കുക. അതുപോലെ തന്നെ അവിടെ ചെറിയ സ്വെല്ലിങ്ങോ പസ് വരുമോ, ചെറിയ പൊറ്റ പോലെ വരുമോ, ക്രസ്റ്റ് വരുമോ ഒക്കെ ചെയ്യുകയാണ്. പസ്സിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഈ കഴലവീക്കം കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ചെറിയ സ്വെല്ലിങ്, വേദന, ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് അഗ്രവേറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെ കാണേണ്ടതാണ്. നല്ലൊരു സ്കാൽപ്പ് ഹൈജീനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് കുഞ്ഞിൻ്റെ ഇപ്പോൾ കോമ്പായാലും പില്ലോ ആയാലും തൊപ്പിയാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാതെ കുഞ്ഞിനുള്ളത് കുഞ്ഞിന് മാത്രം ഉപയോഗിക്കുക. അതുപോലെ റെഗുലറായിട്ടൊരു ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് വളരെ കോമൺ ആണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖവുമാണ്. ടൈംലി ആയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. അതുപോലെ ആ ടൈമിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തികച്ചും നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു ഹെയർ ലോസ് വരാതെ, സ്കാറിങ് വരാതെയും വേഗം തന്നെ നമുക്ക് ഈ ഡിസീസ് മാറ്റിക്കളയാവുന്നതാണ്.